സാറേ 3 മാസത്തെ EMI പെൻഡിങ് ആണ്. ഇനിയൊരു അവധി പറയരുത്, ബോറാവും. നമുക്കേ ടോമിച്ചായനോടൊന്ന് പറഞ്ഞു നോക്കിയാലോ? അത് വേണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലേ. എന്നാ ജയമോഹൻ സാറിനെ തന്നെ വിളിച്ചിട്ട് ഒരു റീ എൻട്രി. അറിയാലോ, ബാങ്കിൽ നിന്ന് ഇപ്പൊ തന്നെ കുറെ പ്രാവശ്യം വിളിച്ചു. ശമ്പളം കുറച്ച് കുറവാണെങ്കിലും സാരമില്ല, തൽക്കാലം മനുഷ്യൻ കുറച്ച് സ്വസ്ഥായിരിക്കട്ടെ. അല്ല, എനിക്കറിയാം. ഞാൻ എന്താ ചെയ്യാ പറയൂ. ഇറ്റ്സ് ഓക്കെ. ഇതാണെന്ന് മനസ്സിലായോ? ഇത് മാധവ് അങ്കിൾ, ഇത് ജെറി അങ്കിൾ. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് മിടുക്കിയായിട്ട് വീട്ടിലേക്ക് പോവാ. പോകുന്നതിന് മുമ്പ് ഒരേ ഒരു ഡിമാൻഡേ പറഞ്ഞുള്ളൂ, നിങ്ങൾ രണ്ടുപേരും കാണണം. അല്ലേ മോളെ? അപ്പോഴേ ഞങ്ങളങ്ങ് തീരുമാനിച്ചു, ഈ കുഞ്ഞിന്റെ തിരിച്ചുവരവ് നമ്മുടെ ശ്രോതാക്കളോട് നിങ്ങൾ തന്നെ അറിയിക്കണമെന്ന്. നിങ്ങളല്ലേ ഈ മോൾക്ക് ലൈഫ് കൊടുത്തത്. നാളത്തെ ഹലോ നമസ്തേ
ഇന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നു. വെൽക്കം ടു അലോ എഫ്എം. ഇത് അലോ നമസ്തേ ടൈം. ഇന്നത്തെ പ്രസന്റേഴ്സ് ജെയും ഒബോ അല്ല, 2 സെൻസേഷണൽ ആർജേസ് ആണ്. അത് ശരിയാണ്. ജയ്യും അബും അല്ലാതെ വേറെ ആരായിരിക്കും എന്നായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? അബു പറഞ്ഞ സത്യമാണ്. ഞങ്ങൾ ആ സസ്പെൻസ് പൊളിക്കാൻ പോവുകയാണ്. Yes. ഹലോ എഫ്എമ്മിന്റെ സ്റ്റാർ ആർജേസ് ആയിരുന്ന ജെറി ആൻഡ് മാധവ്. യെസ്. ഓടാ, നീയൊക്കെ നിന്റെ ഈഗോ കെട്ടിപ്പിടിച്ചിരിക്കും. ഈ കുഞ്ഞു പറഞ്ഞാൽ നിന്നൊക്കെ വിളിച്ചു വരുത്തേ. വിവരമില്ലെന്ന് ആദ്യമേ അറിയായിരുന്നു, ഇപ്പൊ മനസ്സിലായി. മനസാക്ഷിയില്ല. പറഞ്ഞോ മോനെ. ആ പക്ഷേ നിങ്ങൾ പറഞ്ഞ എമൗണ്ടിന് തന്നെ തരാം. നാളെ തന്നെ നമുക്ക് എഗ്രിമെന്റ് വെക്കാം. എന്റെ കൊച്ചനെ, എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത സെറ്റപ്പാ. പക്ഷെ കൊച്ചനൊരു കാര്യം പറയുമ്പം ഞാനൊരു 5 രൂപ അങ്ങ് കുറയ്ക്കും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ആലീസ് കാലത്ത് 8 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഇങ്ങനെ ലാൻഡ് ചെയ്യും. ആര്? ആലീസ്, എന്റെ ഭാര്യ. അവളെയും പിക്കപ്പ് ചെയ്ത് വരുമ്പം ഒരു 9:30-10 മണി. അന്നേരം തന്നെ അഡ്വാൻസ് തന്ന് കരാർ എഴുതാം. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ തന്നെ. എനിക്കെന്തോ ഇവിടെ വിട്ടു പോവാൻ. ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മനസ്സമാധാനം. നമുക്കിവിടെ ദൂരെ എവിടെയെങ്കിലും പോവാം, സെറ്റിലാവാം. ആ ശരി. നാളെ രാവിലെ തന്നെ ആള് വരും പ്ലാവ് മുറിക്കാൻ. എല്ലാം അങ്ങ് തീരട്ടെ അല്ലേ? തള്ളി തുറക്കേട്ടാ. ഇതെന്നെ ഞാൻ തോന്നടേ. ഇവിടെ ഈ കയറൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് ഒതുക്കി കെട്ടി വെച്ചുകൂടാ ഇവിടെ. എന്നാ പിടി. ഡെയിലി ഇങ്ങനെ പണിയെടുത്ത് ഞാനിപ്പോ ബംഗാളിയാണോ മലയാളിയാണോ എന്നൊരു സംശയം. ബംഗാളിക്ക് എന്തായാലും ആശാന്റെ കളർ കിട്ടത്തില്ല സാറേ. സൂക്ഷിച്ചു, അല്ല ഇന്ന് അടുത്ത കാലൊടിയും. ആരേ ആരേ ഇവിടെ ആരും ഇല്ലേ? ഇതൊന്ന് പിടിയടാ. നീ അങ്ങോട്ട് നോക്കിക്കാ, ഇങ്ങോട്ട് നോക്കടാ. നീ മേലോട്ട് കയറ്. ഇനി കുന്തപ്പിടിച്ചാൽ ഇവിടെ നിൽക്ക്, പടയാളി നിൽക്കുന്ന പോലെ. ഇതിവിടെ വെച്ചിട്ട് ബാക്കി സാധനം പഠിച്ചാൽ ഒരു കാര്യവും ചെയ്യത്തില്ല. അകത്തന്നെ എടുത്തോളൂ. ചക്ക കൊല കുത്തിക്കണം, മുറിക്കാൻ തോന്നുന്നു.
ഉള്ളവനങ്ങ് മലമറിച്ച് കായ്ച്ചു കൊടുക്കും നമുക്കാണെങ്കിലോ ആ സാറൊന്നും വിചാരിക്കല്ലേ ഞാൻ ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു കോള് വന്നത്. അല്ല, അമ്മൂമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞു. അല്ല അമ്മൂമ്മയ്ക്ക് സുഖമില്ലെന്നും പറഞ്ഞു. ഉറങ്ങുന്ന പോലെ ഇടക്കോ ഏതാണ്ട് അസുഖമാണെന്ന് പറഞ്ഞ് പെണ്ണുമ്പിള്ള ഭയങ്കര കരച്ചിൽ. ഞാൻ പിന്നെ അവിടെ ചെന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു ഇത് അസുഖമൊന്നുമല്ല മരിച്ചു പോയതാന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ മാവ് വെട്ടും നിങ്ങൾ വാചോടിച്ചോടിക്കാതെ പെട്ടെന്ന് കയറി മുറിക്കാൻ നോക്ക്. സാറേ അത് ലാഭം മുറിക്കാൻ ഞങ്ങൾ ഇവിടെ സാറേ നിൽക്കുന്നത് ഇങ്ങോട്ട് പറഞ്ഞ പോലെ ആ ഒരൊറ്റ കൊമ്പോല വീഴത്തില്ല. ഒരു പ്ലാവിന് പോലെ അപ്പുറത്ത് വീഴരുത്. ദൈവമേ, ഒരു ചെറിയ പ്രാർത്ഥന. ആചാരം വന്നേ ഒരു വീടിനെയാണ് ഞാൻ നശിപ്പിക്കുന്നത്. ഈ അണ്ണാനെ കിളികള് ഓന്തിന്റെ ഒക്കെ ശാപം കിട്ടിക്കഴിഞ്ഞാല് ഭയങ്കര ശാപമാണ്. അപ്പൊ ഞാൻ മുറിച്ചോട്ടെ? വേണ്ട, മരം വെട്ടണ്ട. ഇതിപ്പോ ആരുടെ പ്ലാവ്? നിങ്ങളതങ്ങ് മുറിക്കും. മരം മുറിക്കണ്ട, ഞങ്ങൾ എവിടെ വിട്ട് പോകും.